Afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, എല്ലാവർക്കും good afternoon. അവനി ഓക്കെ, ശരണ്യ ആൽവിൻ ചുപ്പിയൻ ഓക്കെ, എല്ലാവർക്കും good afternoon. അവനിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ. എക്സാം ആയിരുന്നോ? എന്ത് എക്സാമിന്റെ കാര്യം എന്ന് പറഞ്ഞിരുന്നല്ലോ. എക്സാം മാർച്ചിലാണോ? ഓക്കെ ഓക്കെ. എന്റെ ദിവസം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ? ക്ലാസ്സിലുണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഉണ്ടില്ലല്ലോ. ആ, ഈ ആഴ്ചയോട് കൂടിയിട്ട് നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ തീരും കേട്ടോ. ഈ ആഴ്ചയും കൂടെ ഉള്ളൂ. ഞങ്ങളുടെ എക്സാം ആണ് മാർച്ച് 9 അല്ലെ? മാർച്ച് 9-നല്ലേ നിങ്ങളുടെ എക്സാമിന്റെ ഡേറ്റ് വന്നത്. ഓക്കെ, അപ്പൊ ഇനിയുള്ള ദിവസങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞത് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. എനിക്ക് ഇന്ന് ഈ ആഴ്ച 2 ക്ലാസ്, ഇന്നത്തെ അടക്കം ഈ ആഴ്ചയും കൂടെ എനിക്ക് ഒരു ക്ലാസ് കിട്ടും. അപ്പൊ ആ 2 ക്ലാസ്സിൽ നമുക്ക് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മൾ പറയുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വായിച്ചു എന്ന് വിചാരിക്കും കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല, വായിക്കാൻ പറ്റാത്തവർ ഇങ്ങനെ വിഷമിക്കണ്ട, വായിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ മെറ്റീരിയൽസ് മാനേജ്മെന്റ് വലിയൊരു ചാപ്റ്റർ ആണ്. കുഴപ്പമൊന്നുമില്ല, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ, പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ആദ്യം നമ്മൾ അതിനകത്ത് ഇന്റേണൽ ഓഡിറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. ഓർമ്മയുണ്ടാവും ഇന്റേണൽ ഓഡിറ്റ് എന്തായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്താണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇന്റേണൽ ഓഡിറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ? ഡിപ്പാർട്ട്മെന്റ്. എന്തുകൊണ്ടാണ് പേര് ഇന്റേണൽ എന്ന് പറയാൻ കാരണം? അത് ആ സ്ഥാപനത്തിന്റെ അകത്ത് തന്നെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അതിന് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അല്ലെ? അതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു കൂട്ടം ആളുകളുടെ ഒരു ടീമിനോ ഓർഗനൈസേഷൻ എന്നൊക്കെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അതിന്റെ പർപ്പസ് എന്താണ്? ഇന്റേണൽ ഓഡിറ്റിന്റെ പർപ്പസ് എന്താണ്? ചുരുക്കി പറഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ, അവരുടെ ഓപ്പറേഷൻസ്, അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ സംവിധാനങ്ങള്, ഇതെല്ലാം തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, അതാണ് എന്ത് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. സാധാരണ നമുക്കറിയാം ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ? അപ്പോ അവിടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഒരു ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ. അവിടെ ഫിനാൻഷ്യൽ കാര്യങ്ങളും ഉണ്ട്, അതിനപ്പുറത്തേക്കും ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു സ്ഥാപനത്തിനെ മൊത്തത്തിൽ റിവ്യൂ ചെയ്ത് എല്ലാ മേഖലകളും അനലൈസ് ചെയ്ത് അതിനകത്തൊക്കെ എന്തും വരുന്നുണ്ട്. നമ്മുടെ മെറ്റീരിയൽ മാനേജ്മെന്റും അതൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അല്ലെ? ഇതിന്റെ എല്ലാം തന്നെ പ്രവർത്തനങ്ങള് നമ്മൾ ചെക്ക് ചെയ്യുന്നു, റിവ്യൂ ചെയ്യുന്നു. അതിനനുസരിച്ചിട്ടാണ് ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നത് അല്ലെ? ഓക്കെ, അതിലാണ് ആ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ റിവ്യൂസ് ഒക്കെ നടത്തുന്നത്. ഈ ഒരു വിലയിരുത്തലുകളൊക്കെ നടത്തിയിട്ട് ആർക്ക് റിപ്പോർട്ട് കൊടുക്കും? സീനിയർ ലീഡേഴ്സിന് റിപ്പോർട്ട് കൊടുക്കും. എന്ന് പറയാൻ ഗവർണിംഗ് ബോഡീസിന് റിപ്പോർട്ട് കൊടുക്കും. ഇനി നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ പഠിച്ചത്? ഇന്റേണൽ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ട് അല്ലെ? ആ കമ്മിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫാർമസി പഠിച്ചപ്പോ, ഡിപ്ലോമയിൽ ഫാർമസി പഠിച്ചപ്പോ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് അല്ലെ? പിന്നെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതുപോലെ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് ഇന്റേണൽ ഓഡിറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. ഓക്കെ, അവര് നൽകുന്ന ഡയറക്ഷൻസ് അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു. അവർ ആ സ്ഥാപനത്തിലുള്ള കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുന്നു അല്ലെ? എക്സാമിൻ ചെയ്യുന്നു. അതിനനുസരിച്ച് അവരുടെ സീനിയർ ലീഡേഴ്സ് അഥവാ അവരുടെ ഗവേണിംഗ് ബോഡീസിന് റിപ്പോർട്ട് കൊടുക്കുന്നു. അവർ കൊടുക്കുന്ന റിപ്പോർട്ടിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഗവേണിംഗ് ബോഡീസ് ആ ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് നയിക്കുന്നത് അല്ലെ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ഇന്റേണൽ ഓഡിറ്റിനകത്ത് പറയുന്നത് അല്ലെ? ഓക്കെ, പിന്നെ ഇന്റേണൽ ഓഡിറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് അസസ് ചെയ്യുന്നത് അതൊക്കെ ആ ഒരു പാരഗ്രാഫിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വേറെ ഒന്നും അതിനകത്ത് വേറെ ഇതൊന്നുമില്ല കേട്ടോ. വേറെ അഡീഷണൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയത് വായിക്കേ വേണ്ടൂ കേട്ടോ. അപ്പൊ അത് കിട്ടും.
പിന്നെ എന്താണ് ദ റിവ്യൂസ് പെർഫോംഡ് ബൈ ദ ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്ന റിവ്യൂസിന് നമ്മൾ എന്താ പറയാ, ഇന്റേണൽ ഓഡിറ്റ്സ് എന്നാണ് പറയുക. എസ് ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അവര് നൽകുന്ന അപ്പോ ആ ഒരു കാര്യങ്ങൾ നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ അവര് അസസ് ചെയ്യുന്നത്, എന്തൊക്കെയാണെന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഓഡിറ്റിലൂടെ ആ ഓഡിറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ എക്സാമിൻ ചെയ്യുന്നു കണ്ടോ. ബിസിനസ് ഇന്റേണൽ കൺട്രോൾസ് അറൌണ്ട് കോർപ്പറേറ്റ് ഗവേണൻസ്, അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, IT ജനറൽ കൺട്രോൾസ് അല്ലെ, ഇതൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക വേണ്ടു. പിന്നെ ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മൾ ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്നാണ് പറയുക കേട്ടോ. ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നു. ഇനി അവര് എന്താണ് ചെയ്യുന്നത്, ആ ഒരു സ്ഥാപനത്തില് റിസ്ക് ആയിട്ടുള്ള ഏരിയകൾ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്താണ്, ആ ഒരു സ്ഥാപനത്തിലെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് ആ ഒരു ഓഡിറ്റിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താനായിട്ട് സാധിക്കും. അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള റെമഡിയൽ ആക്ഷൻസും അവിടെ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ നീഡ് ഓഫ് ഇന്റേണൽ ഓഡിറ്റിലും പറയുന്നത്. ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ ആവശ്യകത എന്താണ്. ഓക്കെ, അതുപോലെ തന്നെ വാല്യൂസ് ജനറേറ്റഡ് ഒരു ഇന്റേണൽ ഓഡിറ്റിലൂടെ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന വാല്യൂസുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വാല്യൂസുകളാണ്, എന്തൊക്കെ വാല്യൂസ് ആണ്, ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷൻ, ഓപ്പറേഷണൽ എഫിഷ്യൻസി, സ്ട്രാറ്റജിക് ഗ്രോത്ത്, ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദ എൻവയോൺമെന്റ്, അതുപോലെ ദ വേ ഇറ്റ് ട്രീറ്റ്സ് ദ എംപ്ലോയീസ്, ഇങ്ങനെയുള്ള വാല്യൂസുകളൊക്കെ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. അതൊക്കെ ശരിക്കും പറഞ്ഞ വാല്യൂസ് ആണ് അല്ലെ. ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മൂല്യങ്ങളാണ്. ആ ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ നമുക്ക് മികച്ചതാക്കാൻ പറ്റും, ഓപ്പറേഷണൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ പറ്റും, മൊത്തത്തിൽ അതിന്റെ ഗ്രോത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതുപോലെ ചുറ്റുപാടുകളുമായിട്ടുള്ള അതിന്റെ ഇമ്പാക്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. പിന്നെ ആ ഒരു എന്താ പറയാ, ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഏത് തരത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള വാല്യൂസുകളൊക്കെ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് കണക്കെടുപ്പ് ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാത്രമല്ല, മൊത്തത്തിൽ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളും സംവിധാനങ്ങളും അതിന്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനനുസരിച്ച് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഏരിയ ഏതാണ്, ചാലഞ്ചിങ് ആയിട്ടുള്ള ഏരിയ ഏതാണ്, അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള റെമഡിയൽ മെഷേഴ്സ് എടുക്കാൻ പറ്റും. എന്നിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നത്. എപ്പോഴും നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ അവിടെ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഒരു ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ കണ്ടോ, ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ ഫോർ an organization should be driven by the risk based ആണ് കേട്ടോ. Or in other words, we decided to examine those areas that present the greatest risk to the company. നമ്മൾ ഈ ഓഡിറ്റ് തയ്യാറാക്കിയിട്ട് ആ ഒരു ഓഡിറ്റ് പ്ലാൻ നമ്മൾ നടപ്പാക്കും. പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്, ആ പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നത് എന്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, റിസ്കിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ഏത് ഏരിയയിൽ ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ ഏത് മേഖലയാണ് കൂടുതൽ റിസ്കി ആയിട്ടുള്ള മേഖല ഏതാണ്, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ റെക്ടിഫൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. എപ്പോഴും റിസ്ക് ബേസ് ചെയ്തിട്ടാണ് ഒരു ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. കുഴപ്പമില്ലാതെ പോകുന്ന ഫീൽഡുകളാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യേണ്ട മേഖലകൾ ഏതാണോ അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്, ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നതിന്റെ ഗുണം എന്താണെന്ന് നോക്കി. ഇതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ്. ഇന്റേണൽ ഓഡിറ്റ് കൺട്രോൾസ് ഹെൽപ്സ് സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് പൊട്ടൻഷ്യൽ ഫ്രോഡ്, വേസ്റ്റ് ഓർ അബ്യൂസ് ആൻഡ് എൻഷുവർ കംപ്ലൈന്റ്സ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ എന്താണ്, ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട് ഒരു ഇന്റേണൽ ഓഡിറ്റ്. സ്ഥാപനത്തെ സംബന്ധിച്ച് ആ സ്ഥാപനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡുകൾ
നടക്കുന്നുണ്ടോ, ഇപ്പൊ മെറ്റീരിയൽസ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽസ് വേസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ, ആ ഒരു സ്ഥാപനം എല്ലാവിധ ലോസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇന്റേണൽ ഓഡിറ്റിലൂടെ സാധിക്കും അല്ലെ. പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ശരിക്കും ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോസ്റ്റ് സെന്റർ ആണ്. ഒരു ഓഡിറ്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ചെലവേറിയ ഒരു പ്രോസസ്സാണ്. മനസ്സിലായി, ഓഡിറ്റ് നടത്തുക എന്നുള്ളത് ഒരു ചെലവേറിയ കാര്യമാണ്. പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ആവശ്യമാണ്. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓഡിറ്റിംഗ് ഒക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്ഥാപനത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, വേറെ ഫ്രോഡോ തട്ടിപ്പുകളോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ടല്ലേ നമ്മൾ ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത്, ഈ ചാപ്റ്റർ പഠിക്കുമ്പോഴേ ഈ ചാപ്റ്ററിൽ കുറെ കാര്യങ്ങൾ ഡയറക്റ്റ് പോയിന്റ്സ് ആയിട്ട് തന്നെ വരുന്ന കുറെ ഭാഗങ്ങളുണ്ട്. അത് നിങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ. ബാക്കിയുള്ള അതായത് ഇപ്പൊ ടൈപ്സ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്, എത്ര ടൈപ്പുകളുണ്ട്, ഓരോ ടൈപ്പുകളും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതൊക്കെ ഫോക്കസ്. അങ്ങനെ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 5 ഓഡിറ്റുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. കംപ്ലൈൻസ് ഓഡിറ്റ്, എൻവയോൺമെന്റൽ ഓഡിറ്റ്, IT ഓഡിറ്റ്, ഓപ്പറേഷണൽ ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ്, അതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ ഡയറക്റ്റ് നിങ്ങളോട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അങ്ങനെയുള്ള ഭാഗങ്ങൾ നോക്കുക. അതുപോലെ ഇന്റേണൽ ഓഡിറ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സിന്റെ 4 ഫേസുകൾ നിങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. പ്ലാനിങ്, ഫീൽഡ് വർക്ക്, റിപ്പോർട്ടിംഗ്, ഫോളോ അപ്പ്. അത് ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് അല്ലെ, ആ ഒരു എന്താ പറയാ ഫേസിലാണ് ആ ഓഡിറ്റ് ടീമിന്റെ സ്കോപ്പും ഒബ്ജക്റ്റീവ്സും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ഫീൽഡ് വർക്ക് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് സൈറ്റിൽ പോയിട്ട് ആ ഒരു പ്ലാൻ നമ്മൾ നടപ്പിലാക്കുന്നതാണ് ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ആക്ച്വൽ ആക്ട് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗിന്റെ ആക്ച്വൽ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീൽഡ് വർക്ക്. അതായത് പ്ലാനിങ്ങിന് നമ്മൾ കാര്യങ്ങൾ ജസ്റ്റ് ആസൂത്രണം ചെയ്യുന്നു. ഫീൽഡ് വർക്ക് എന്ന് പറയുമ്പോൾ ആ ഫീൽഡിൽ പോയിട്ട് നമ്മൾ ആ പ്ലാനിങ് അനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യാണ്, ഇംപ്ലിമെന്റ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഇസ് ആക്ച്വൽ ആക്ട് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, റിപ്പോർട്ട് ഡ്രാഫ്റ്റ് ചെയ്യാണ് അല്ലെ, ഡ്രാഫ്റ്റ് ദ ഓഡിറ്റ് റിപ്പോർട്ട്. ഡ്രാഫ്റ്റ് മീൻസ് ക്രിയേറ്റ് ദ ഓഡിറ്റ് റിപ്പോർട്ട്. ഫോളോ അപ്പ് എന്നാണ്, ലാസ്റ്റ് നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നടത്തുന്ന ഒരു ഇവാലുവേഷൻ ആണിത് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. പിന്നെ ഇന്റേണൽ ഓഡിറ്റ് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചാലഞ്ചസുകൾ എന്തൊക്കെയാണ് പോയിന്റുകളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സ്കോപ്പ് ക്രീപ്പ്, not talking to all clients or stakeholder, not reviewing the data, objectivity and independence. കണ്ടോ, പോയിന്റുകളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്റേണൽ ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ സ്റ്റാൻഡേർഡുകൾ, അതിൽ പ്രധാനമായിട്ടും IIA പറ്റി പറയുന്നുണ്ട് അല്ലെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്സ്. അവരാണ് ഈ ഇന്റേണൽ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റാൻഡേർഡുകളും ഫ്രെയിംവർക്കുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് IIA ആണ് അല്ലെ. അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം, അവര് തയ്യാറാക്കിയിട്ടുള്ള ഫ്രെയിംവർക്കിനെ നമുക്ക് എന്ത് പറയാം, IPPF എന്ന് പറയാം. അതിന്റെയൊക്കെ ഫുൾ ഫോമുകൾ പഠിച്ചു വെക്കണം. IIA ഫുൾ ഫോം പഠിച്ചു വെക്കണം, IPPF ഫുൾ ഫോം പഠിച്ചു വെക്കണം, ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിംവർക്ക്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ വായിച്ചു പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ വെൻഡറിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ക്രൈറ്റീരിയ കറക്റ്റ് ആയിട്ട് അവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. വെൻഡർ സെലക്ഷനിൽ വരുന്ന ക്രൈറ്റീരിയ 4 ക്രൈറ്റീരിയാസ്: കോസ്റ്റ്, ഡെലിവറി, ക്വാളിറ്റി, ഫാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്. അതൊക്കെ നോക്കാം. പിന്നെ നമ്മൾ പഠിക്കുന്നത് വെൻഡർ സെലക്ഷനിൽ വരുന്ന സ്റ്റെപ്സുകൾ. 7 സ്റ്റെപ്പുകളാണ് അവിടെ പഠിക്കുന്നത്. അപ്പൊ അതിൽ ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ, അല്ലെങ്കിൽ 3rd സ്റ്റെപ്പ് ഏതാ, 4th സ്റ്റെപ്പ് ഏതാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണം. അതേ രീതിയിൽ പഠിക്കണം കേട്ടോ. ഡിഫൈൻ ആൻഡ് അനലൈസ് ബിസിനസ് റിക്വയർമെന്റ്, അതൊരു കഥ പോലെ നമുക്ക് ഓർക്കാമല്ലോ. പിന്നെ രണ്ടാമത്തെ ഐഡന്റിഫൈ തേർഡ് പാർട്ടി വെൻഡർ. അത് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഡെവലപ്പ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ, 4 കണ്ടക്ട് വെൻഡർ ബ്രീഫിംഗ്, 5 ഇവാലുവേറ്റ് വെൻഡർ ആൻഡ് ഷെഡ്യൂൾ ഡെമോസ്, 6 കംപ്ലീറ്റ് വെൻഡർ സെലക്ഷൻ, 7 കംപ്ലീറ്റ് കോൺട്രാക്ട് വിത്ത് വെൻഡർ. അപ്പൊ ആ 7 സ്റ്റെപ്സുകൾ ഏതൊക്കെയാണ് അതൊക്കെ നോട്ട് ചെയ്ത് പോകണം. പിന്നെ ടൈപ്സ് നമുക്കറിയാലോ, പ്രധാനമായിട്ടും എക്സ്പീരിയൻസിനെയും ഡിപ്പെൻഡൻസിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ 2 ടൈപ്പുകളായിട്ട് നമ്മൾ തിരിക്കുന്നത്. പിന്നെ വെൻഡർ മാനേജ്മെന്റ്, അത് വലിയ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയില്ല, ജസ്റ്റ് അത് വായിച്ച് മനസ്സിലാക്കി പോവാം. കാര്യം അതിൽ നമുക്ക് കാര്യമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉള്ളൊരു ഇതില്ല. എങ്കിലും ഒരു കാര്യം ഓർക്കണം, വെൻഡർ ഇവാലുവേഷൻ എത്ര ടൈപ്പ് ഉണ്ട്, എത്ര ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡ്, ആഫ്റ്റർ ദ ഫാക്ട് ഇവാലുവേഷൻ, ബിഫോർ ദ ഫാക്ട് ഡിസൈൻഡ് അല്ലെ. അങ്ങനെ 3 ടൈപ്പ് ഓഫ് വെൻഡർ ഇവാലുവേഷൻ ഉണ്ട്.
സ്റ്റെപ്സുകളുണ്ട്, ടൈപ്പ് ഓഫ് ഇവാലുവേഷൻസ്, അതിന്റെ പ്രത്യേകതകൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ വെണ്ടർ അസസ്മെന്റ് പ്രോസസ്സ്, അത് കുഴപ്പമില്ല, ഇതുവരെ ഉള്ളതൊന്നും പ്രശ്നമില്ല. പിന്നെ വരുന്നത് അറിയാലോ, വിൻ വിൻ സിറ്റുവേഷനും വിൻ ലോസ് സിറ്റുവേഷനും. അത് നമുക്ക് അറിയാവുന്നതല്ലേ. വിൻ വിൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇരു കൂട്ടർക്കും മ്യൂച്വലി ബെനിഫിറ്റബിൾ ആവുന്ന ഒരു സൊല്യൂഷനാണ് വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. വിൻ ലോസ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് അതിന് നേട്ടം ഉണ്ടാകുന്നുണ്ട്, മറ്റൊരാൾക്ക് നഷ്ടം വരുന്നതാണ് ഇത് വിൻ ലോസ് സിറ്റുവേഷൻ. അത്ര തന്നെയാണ് അവിടെ മനസ്സിലാക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വിൻ വിൻ സിറ്റുവേഷന്റെ ഒരു ഡെഫിനേഷൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ആരുടെ ഡെഫിനേഷൻ ആണത്? ഡിക്ഷണറി ഓഫ് കാംബ്രിഡ്ജിന്റെ ഡെഫിനേഷൻ. അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെയൊക്കെ എന്ന് പറയുമ്പോൾ ഫുള്ള് അതിനകത്ത് എഴുതി വെച്ചേക്കുന്നതാണ്. നമുക്കറിയാം വിൻ വിൻ സിറ്റുവേഷൻ എന്താണ്, വിൻ ലോസ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ അത് തന്നെയാണ് കുറെ പേജസിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഒരു വിൻ വിൻ സിറ്റുവേഷൻ എങ്ങനെ നമുക്ക് നേടിയെടുക്കാം, അതായത് മ്യൂച്വലി ബെനിഫിറ്റബിൾ ആകുന്ന രീതിയിൽ നമുക്കൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു വിൻ വിൻ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് കുറച്ച് ടിപ്സും കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. ടിപ്സ് അല്ല, ആദ്യം കുറച്ച് പോയിന്റുകളായിട്ട് തന്നെ പറയുന്നുണ്ട്. റിമെമ്പർ ദ അതർ പേഴ്സൺസ് ഫോർ, കുറച്ച് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവാലുവേറ്റ് യുവർ എക്സ്പെക്ടേഷൻ, ക്രിയേറ്റ് മ്യൂച്വലി ബെനിഫിഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്, റിമെയിൻ ഒബ്ജക്റ്റീവ്സ്. ആ പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിനകത്തുള്ള കാര്യങ്ങളല്ല, പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ വിൻ വിൻ സിറ്റുവേഷൻ റീച്ച് ചെയ്യാനുള്ള ചില എക്സ്ട്രാ ടിപ്സുകൾ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ എക്സ്ട്രാ ടിപ്സുകൾ മൂന്നെണ്ണം പറയുന്നുണ്ട്. ടിപ്സ് അല്ലെ, ഇതൊക്കെയാണ് സ്റ്റേ കാം, റിമെയിൻ പോസിറ്റീവ്, ബി റെസ്പെക്ട്ഫുൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ വരുന്നത് പർച്ചേസ് ഓർഡർ ആണ്. ഒരു മിനിറ്റ് കേട്ടോ. പിന്നെ വരുന്നത് പർച്ചേസ് ഓർഡർ ആണ്. എന്താണ് പർച്ചേസ് ഓർഡർ എന്നുള്ളത് ആ ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പർച്ചേസ് ഓർഡർ ഇസ് എ ഡോക്യുമെന്റ്. ആരാണ് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്? ബയ്യർ ആണ്. ഈ പർച്ചേസ് ഓർഡറിന്റെ ഭാഗമൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു പർച്ചേസ് ഓർഡറിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്? പിന്നെ ഒരു ബയ്യർ ക്രിയേറ്റ് ചെയ്യുന്നത് പർച്ചേസ് ഓർഡർ. ഓക്കെ, ഒരു സെല്ലർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്? പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ. ഓക്കെ, അതൊക്കെ അന്ന് പറഞ്ഞത് ഓർമ്മയിലുണ്ടാവണം കേട്ടോ. പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നത് ടൈപ്സ് ഓഫ് പർച്ചേസ് ഓർഡർ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡർ, പ്ലാനഡ് പർച്ചേസ് ഓർഡർ, ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ, കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ, അങ്ങനെ 4 ടൈപ്പ് പർച്ചേസ് ഓർഡറുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ പർച്ചേസ് ഓർഡറിന്റെ യൂസസ് എന്തൊക്കെയാണ്? പർച്ചേസ് ഓർഡർ പ്രോസസ് എന്തൊക്കെയാണ്? അതൊക്കെ എളുപ്പമാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് വായിച്ചു പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്താ പഠിക്കുന്ന മറ്റു കാര്യങ്ങള്, ഹൗ ടു സബ്മിറ്റ് എ പർച്ചേസ് ഓർഡർ. ഒരു പർച്ചേസ് ഓർഡർ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഐഡന്റിഫൈ വാട്ട് യു വാണ്ട് ടു ബൈ, ഡിറ്റർമിൻ വെൻ യു നീഡ് യുവർ പ്രോഡക്റ്റ്, ഡ്രാഫ്റ്റ് എ പർച്ചേസ് ഓർഡർ, സബ്മിറ്റ് പർച്ചേസ് ഓർഡർ ടു ദ സെല്ലർ, വെയിറ്റ് ഫോർ എ കൺഫർമേഷൻ, await fulfillment and invoicing, pay for the product. പിന്നെ മറ്റൊരു ഭാഗം പർച്ചേസ് ഓർഡറിനോടൊപ്പം തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള അതർ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ്? ഇൻവോയ്സ്, പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ, പാക്കിംഗ് സ്ലിപ്പ്, ഇതൊക്കെ എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു ഡോക്യുമെന്റ്സ് ആണ് കേട്ടോ. ഇൻവോയ്സ്, പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ, പാക്കിംഗ് സ്ലിപ്പ്, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. ഇതൊക്കെ ആ പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചു പോകണം കേട്ടോ. അത് മതി. അതിനകത്ത് വരുന്ന കാര്യങ്ങളല്ല, ആ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട പരിമിതികൾ അല്ലെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഒരു പർച്ചേസ് ഓർഡർ കൊണ്ട് നമുക്ക്
എന്താണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. പർച്ചേസ് ഓർഡർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെ. അതെന്തൊക്കെയാണ്? റിക്കറിംഗ് ബിൽസ്, മന്ത്ലി സബ്സ്ക്രിപ്ഷൻ, സർവീസസ് വിത്ത് വാല്യൂയിങ് കോസ്റ്റ്, ഇന്റേണൽ എക്സ്പെൻസസ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ പർച്ചേസ് ഓർഡറുമായിട്ട് പിന്നെ നമ്മൾ സ്റ്റോക്ക് രജിസ്റ്ററിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ സ്റ്റോക്ക് രജിസ്റ്ററിനകത്ത് രണ്ട് സ്റ്റോക്ക് രജിസ്റ്ററിനെ പറ്റി അതിനകത്ത് പറഞ്ഞു പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയോ? 3 ടൈപ്പ് ഓഫ് ഇൻവെന്ററി റെക്കോർഡുകളെ പറ്റി നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അത് പഠിക്കാനും വേണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാറ്റഗറി റെക്കോർഡ്, വെൻഡർ റെക്കോർഡ്, ഐറ്റം റെക്കോർഡ്, നമുക്ക് കൂടുതലും ആ ഭാഗത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിരിക്കുന്നത് കേട്ടോ. 3 ടൈപ്പ് ഓഫ് വെൻഡർ റെക്കോർഡ് അത് പഠിക്കണം കേട്ടോ. പിന്നെ സ്റ്റോക്ക് രജിസ്റ്ററിന്റെ പർപ്പസ് എന്താണ്? സ്റ്റോക്ക് രജിസ്റ്ററിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ രീതിയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓവർ സ്റ്റോക്ക് ആവാനും പാടില്ല, അണ്ടർ സ്റ്റോക്ക് ആവാനും പാടില്ല. സ്റ്റോക്ക് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ സ്റ്റോക്ക് രജിസ്റ്റർ. നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പറയുന്ന സ്റ്റോക്ക് രജിസ്റ്റർ എന്നാണ്. പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ ഒരു സ്റ്റോക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, ലാസ്റ്റ് അതാണ് നമ്മൾ പറയാം. ഇതിന് കുറെ പോയിന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം ലാസ്റ്റ് പറയുന്നുണ്ട്, ഹൗ ഡു യു മെയിൻറ്റെയിൻ എ സ്റ്റോക്കില്. നമ്മൾ ഒരു സ്റ്റോക്ക് മാനേജ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം? എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം? ക്വാണ്ടിറ്റീസ്, സെയിൽസ്, സ്റ്റോറേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ കേട്ടോ. പറഞ്ഞു വന്നപ്പോ അധികമൊന്നുമില്ല പഠിക്കാനായിട്ട് കേട്ടോ. പറഞ്ഞു വന്നപ്പോ അധികമൊന്നുമില്ലല്ലോ. എളുപ്പമല്ലേ? എളുപ്പമല്ലേ? കുറെ ഉണ്ടോ പഠിക്കാൻ അതിനകത്ത്? കണ്ടെന്തെങ്കിലും കുറച്ചല്ലേ പഠിക്കാനുള്ളൂ? ആണോ? അങ്ങനെ തോന്നിയോ? അവിടെ പോയോ എല്ലാവരും? റെസ്പോൺസും ഇല്ലല്ലോ. പഠിക്കാൻ അധികം ഉണ്ടോ അതിനകത്ത്? ഓക്കെ, ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. നമുക്ക് ചാപ്റ്റർ ഹെവി ആയിട്ട് തോന്നുന്നു. ചാപ്റ്റർ ഹെവിയാണ്, പക്ഷെ അതിനകത്ത് അധികമൊന്നും ഇല്ല പഠിക്കാനായിട്ട് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ് ആ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കി. ക്ലാസ് കേട്ടവർക്ക് കുഴപ്പമുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. Which are the general phases of internal audit? ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട ഫേസസുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് 4 ഫേസ്? ഒന്ന് ഓർത്ത് പറഞ്ഞേ. ഏതൊക്കെയായിരുന്നു? പ്ലാനിങ്, പോരട്ടെ, പ്ലാനിങ്. പിന്നെ എന്തൊക്കെയാണ്? ഫീൽഡ് വർക്ക്. പിന്നെന്താണ്? പ്ലാനിങ്, ഫീൽഡ് വർക്ക്. എന്തൊക്കെ പോയിന്റുകൾ പഠിച്ചത്? ഫോളോ അപ്പ്, പിന്നെ റിപ്പോർട്ടിംഗ്. ഓക്കെ, 4 ഫേസസ് അല്ലേ നമ്മൾ പഠിച്ചത്? ഓക്കെ, അത് തന്നെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 4 പ്രധാനപ്പെട്ട ഫേസുകൾ ഏതൊക്കെയാണ്? ഡാഷ് ഈസ് ദ ആക്ച്വൽ ആക്ട് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയാമോ? ഡാഷ് ഈസ് ദ ആക്ച്വൽ ആക്ട് ഓഫ് ഓഡിറ്റിംഗ്. ഇതാണ് ഡാഷ് ഈസ് ദ ആക്ച്വൽ ആക്ട് ഓഫ് ഓഡിറ്റിംഗ്. പ്ലാനിങ് ആണോ, ഫീൽഡ് വർക്ക് ആണോ, റിപ്പോർട്ടിംഗ് ആണോ, ഫോളോ അപ്പ് ആണോ? ഏതാണ് ആക്ച്വൽ ആക്ട് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്? ഏത് ഫേസാ? ഒന്ന് പറഞ്ഞേ. ബി ആണ്. ഓക്കെ, വെരി ഗുഡ്, ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ഓഡിറ്റ്? വിച്ച് ടൈപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ പല ടൈപ്പ് ഓഫ് ഓഡിറ്റ് പഠിക്കുന്നുണ്ട് അല്ലെ. എൻവിയോൺമെന്റൽ ഓഡിറ്റ്, കംപ്ലയൻസ് ഓഡിറ്റ്, IT ഓഡിറ്റ്, ഓപ്പറേഷണൽ ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ് എന്നൊക്കെ പറഞ്ഞ കുറെ ഓഡിറ്റുകൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് വിച്ച് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഇവാലുവേറ്റ്സ് complaints with the laws, regulations, policies and procedures? ഓപ്ഷൻ തരാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ ഓപ്പറേഷണൽ ഓഡിറ്റ്, ബി പെർഫോമൻസ് ഓഡിറ്റ്, സി കംപ്ലൈൻസ് ഓഡിറ്റ്, ഡി എൻവിയോൺമെന്റൽ ഓഡിറ്റ്. ഏതാണ് ആൻസർ? സി ആണ് അല്ലെ, കംപ്ലൈൻസ് ഓഡിറ്റ് ആണ് ആൻസർ. ഓക്കെ, in a larger organization, internal auditors report to a dash. വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്? ആർക്കായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനായിരിക്കും അല്ലെ. ആർക്കായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ആയിരിക്കും.
അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോമൺ പിറ്റ്ഫാൾസ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്? അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്റേണൽ ഓഡിറ്റിനെ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്തൊക്കെയാണ്? സ്കോപ്പ് ക്രീപ്പ് ഓർമ്മയുണ്ടല്ലോ, അതുപോലെ നോട്ട് ടോക്കിംഗ് വിത്ത് ക്ലയൻസ്, അങ്ങനെയൊക്കെയുള്ള പോയിന്റുകളാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ടു ഹൂം ഡസ് ദ ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ടിപ്പിക്കലി റിപ്പോർട്ട്? ഒരു ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്? ഓപ്ഷൻ എ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, ഓപ്ഷൻ ബി ഹെഡ് ഓഫ് സെയിൽസ്, ഓപ്ഷൻ സി ദ സിഇഒ ഓർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഓപ്ഷൻ ഡി ദ IT ഡിപ്പാർട്ട്മെന്റ് ലീഡർ. ഏതായിരിക്കും ആൻസർ വരിക? പറഞ്ഞേ. ഓപ്ഷൻ ബി അല്ലെ? ഓപ്ഷൻ ബി ആണ്. ബി ആണ് ആൻസർ. ഓക്കെ, ആൽവിൻ ആണ് കേട്ടോ. ആൽവിൻ അഞ്ജന കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. സി ആണ് കേട്ടോ, സിഇഒ ഓർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബി പറഞ്ഞത് തെറ്റാണ് കേട്ടോ, ചുരുക്കി തെറ്റി പോയിട്ടുണ്ട്. ബി ഹെഡ് ഓഫ് സെയിൽസ്, ഹെഡ് ഓഫ് അല്ല നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത്. കൃത്യമായിട്ട് ടെക്സ്റ്റിൽ പറയുന്നുണ്ട് സിഇഒ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. An audit that assesses the impact of a company's operations on the environment is known as. ഞാൻ ഓപ്ഷൻ തരുന്നില്ല, അല്ലാണ്ട് തന്നെ നിങ്ങൾ പറയണം ഏത് ഓഡിറ്റ് ആണ്. An audit that assesses the impact of a company's operations on the environment is known as. ഏത് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ആണ്? ഏതൊക്കെ ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? കറക്റ്റ് ആണ്, എൻവിയോൺമെന്റൽ ഓഡിറ്റ്. ഇതാണ് എൻവിയോൺമെന്റൽ ഓഡിറ്റ്. ഓക്കെ, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് എ ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്? IT ഓഡിറ്റിന്റെ പർപ്പസ് എന്താണ്? ഓപ്ഷൻ എ ടു ചെക്ക് ദ ഫിസിക്കൽ സെക്യൂരിറ്റി ഓഫ് ദ ബിൽഡിംഗ്, ഓപ്ഷൻ ബി to evaluate the accuracy of processing and security of information systems, option C to assess the company's marketing strategy, option D to review employee attendance record. ഇതാണ് ആൻസർ. ബി ആണ് ആൻസർ കേട്ടോ, ബി ആണ് ആൻസർ. ഓക്കെ, to evaluate the accuracy of processing and security of information. IT ഓഡിറ്റ് അല്ലേ? അപ്പൊ IT സിസ്റ്റത്തിന്റെ പ്രോസസ്സിംഗ്, അവിടുത്തെ ഇൻഫർമേഷന്റെ സെക്യൂരിറ്റി ഒക്കെ ഉറപ്പാക്കുന്നതിന് നടത്തുന്ന ഓഡിറ്റ് ആണ് എന്ത്? ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഡിറ്റ് ടൈപ്പ് assesses an organization's control mechanisms for their overall efficiency and reliability? ഒരു കമ്പനിയുടെ ഓവറോൾ ആയിട്ടുള്ള അവരുടെ എഫിഷ്യൻസി, റിലയബിലിറ്റി ഒക്കെ അസസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ആണ്? ഓക്കെ, വെരി കറക്റ്റ് ആണ്, ഓപ്പറേഷണൽ ഓഡിറ്റ്. ഓക്കെ, ഇത്രയൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത ചോദ്യം, എ പെർഫോമൻസ് ഓഡിറ്റ് evaluates whether the organization is എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം. ഓപ്ഷൻ എ ഫോളോയിങ് എൻവിയോൺമെന്റൽ ലോസ് ആണോ? എൻവിയോൺമെന്റൽ ലോസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന ഓഡിറ്റ് ഏതാ? എൻവിയോൺമെന്റൽ ഓഡിറ്റ് അല്ലേ? അതല്ല. പിന്നെന്താണ്? മീറ്റിംഗ് മെട്രിക്സ് സെറ്റ് ബൈ ദ മാനേജ്മെന്റ് ടു അച്ചീവ് ഇറ്റ്സ് ഗോൾസ്, ഓപ്ഷൻ സി പ്രൊട്ടക്ടിങ് ഇറ്റ്സ് IT infrastructure from cyber threats, option D complying with the accounting standards. അത് ഉത്തരം അല്ല, ഓപ്ഷൻ കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ബി ആണല്ലേ? എന്താണ് പെർഫോമൻസ് ഓഡിറ്റിൽ നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? അതായത് മീറ്റിംഗ് മെട്രിക്സ് സെറ്റ് ബൈ ദ മാനേജ്മെന്റ് ടു അച്ചീവ് ഇറ്റ്സ് ഗോൾ അല്ലെ? പെർഫോമൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള അവരുടെ പെർഫോമൻസ്, ആ ഒരു മെട്രിക്സ് അതിനെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പെർഫോമൻസ് ഓഡിറ്റിലൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഡ്യൂറിംഗ് വിച്ച് ഫേസ് ഓഫ് എൻ ഇന്റേണൽ ഓഡിറ്റ്? അപ്പൊ ഫേസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ 4 ഫേസ് നമ്മുടെ മനസ്സിൽ വരണം. പ്ലാനിങ്, ഫീൽഡ് വർക്ക്, ഫോളോ അപ്പ്, റിപ്പോർട്ടിങ്. അത്രയും നമ്മുടെ മനസ്സിൽ വരണം. ചോദ്യം ഇതാണ്, ഡ്യൂറിംഗ് വിച്ച് ഫേസ് ഓഫ് എൻ ഇന്റേണൽ ഓഡിറ്റ് ഇസ് ദ ഓഡിറ്റ് പ്ലാൻ എക്സിക്യൂട്ടഡ്? ഓഡിറ്റ് പ്ലാൻ എക്സിക്യൂട്ടഡ്, പ്ലാൻ നമ്മൾ നടപ്പിലാക്കുന്നത് ഏത് ഫേസിലാണ്? ഞാൻ ഓപ്ഷൻ തരുന്നില്ല, നിങ്ങൾ ആൻസർ പറയുക. ഏത് പ്ലാനിലാണ്, ഏത് ഫേസിലാണ് പ്ലാൻ നമ്മൾ നടപ്പിലാക്കുകയാണ്? അല്ലെങ്കിൽ അത് ആക്ടിൽ വരുത്താണ് അല്ലെ, പ്രവൃത്തിയിൽ വരുത്താണ്. ഏതാണ് ഫീൽഡ് വർക്ക്? ഏതാണ്
ഫീൽഡ് വർക്ക് പ്ലാനിങ് ആണോ? പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആസൂത്രണം മാത്രമല്ലേ ചെയ്യുന്നത്. ആ ചെയ്യുന്ന ആസൂത്രണം നടപ്പിലാക്കുക, എക്സിക്യൂട്ട് ചെയ്യുക, അത് ആക്ടിൽ വരുത്തുക, പ്രവർത്തനത്തിൽ വരുത്തുക. അതാണ് ആക്ച്വൽ ആക്ട് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ആക്ച്വൽ ആക്ട് മീൻസ് നമ്മളത് ആക്ടിലേക്ക് കൊണ്ടുവരാം, പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്നത് ഏത് ഫേസിലാണ്? ഫീൽഡ് വർക്ക്. ഫീൽഡ് വർക്ക് എന്ന് പറയുമ്പോൾ ആ ഫീൽഡിൽ പോയി നമ്മളത് നടപ്പിലാക്കുകയാണ്. ഓക്കെ, ആൻസർ ചെയ്താ ഫീൽഡ് വർക്ക് കേട്ടോ. കുറെ പേരൊക്കെ ആൻസർ കറക്റ്റ് ആണ് പറഞ്ഞത്. അടുത്ത ചോദ്യം, what is the critical final stage of the audit process that ensures recommendations have been implemented? What is the crucial final stage of the audit? Final stage തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഏതായിരിക്കും ആ ഫൈനൽ സ്റ്റേജ്? that ensures recommendations have been implemented. നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ റെക്കമെൻഡേഷനും നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട് നടത്തുന്ന ആ ഫൈനൽ സ്റ്റേജിന് എന്താ പറയാ? ഫോളോ അപ്പ്. എന്താണ് പറയാ? ഫോളോ അപ്പ് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, one common pitfall is described as the uncontrolled growth of an audit scope beyond its original objectives. Option A, scope creep. Option B, data inaccuracy. Option C, lack of objectivity. Option D, poor communication. ഇതാണ് ആൻസർ വരിക. എന്താണ് ആൻസർ വരിക എന്ന് പറഞ്ഞേ? ചോദ്യം നമ്മുടെ വായിക്കണം. One common pitfall is described as the uncontrolled growth of an audit scope beyond its original objectives. അതായത് ഒരു സ്ഥാപനത്തിന്റെ അവരുടെ യഥാർത്ഥ ഒബ്ജക്റ്റീവ്സിന് അപ്പുറത്തേക്ക് ആ ഒരു സ്കോപ്പ് എന്താണ് എക്സ്പാൻഡ് ചെയ്തു പോകുന്ന ആ ഒരു അവസ്ഥ, അതിനെന്താണ് പറയുന്നത്? ഓപ്ഷൻ എ, സ്കോപ്പ് ക്രീപ്പ്. ഓപ്ഷൻ ബി, ഡാറ്റ ഇനാക്യുറസി. ഓപ്ഷൻ സി, ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റി. ഓപ്ഷൻ ഡി, പുവർ കമ്മ്യൂണിക്കേഷൻ. ഉത്തരേതാ? സ്കോപ്പ് ക്രീപ്പ്. സ്കോപ്പ് ക്രീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളുടെ അപ്പുറത്തേക്ക് കാര്യങ്ങള് കൈവിട്ടു പോകുന്ന അവസ്ഥ. നമ്മൾ ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഏതാണ് അതിനനുസരിച്ച് ആ ഒരു ബൗണ്ടറിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമ്മൾ കാര്യങ്ങൾ ചെയ്തു വരുന്ന എന്താണ്? നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ മറന്ന് വേറെ ഏതോ തലങ്ങളിലേക്ക് അകന്നകന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് സ്കോപ്പ് ക്രീപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. What organization has set the internationally recognized framework for the internal auditing known as the IPPF? What organization has set the internationally recognized framework for the internal auditing that known as IPPF? Option A, World Trade Organization WTO. Option D, ISO, International Organization for Standardization. Option C, Institute of Internal Auditors അഥവാ IIA. Option D, Securities and Exchange Commission SEC. Which is the answer? C, Institute of Internal Auditors. നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് അല്ലെ, അവരാണ് എന്ത് ചെയ്യുന്നത്? ഇന്റേണൽ ഓഡിറ്റിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, Dash department takes responsibility for the vendor selection. Vendor select ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഏത് ഡിപ്പാർട്ട്മെന്റിന്റേതാണ്? ഏത് ഡിപ്പാർട്ട്മെന്റിന്റേതാണെന്ന് പറയാമോ? Which department is responsible for the vendor selection? Okay, very good. Correct ആണ്. Purchase ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ട് ഉള്ളത്. Dash is a situation, game, negotiation or strategy in which all the parties benefit one way or another. There are no losses. ഏത് സിറ്റുവേഷൻ ആണത്? വിൻ വിൻ സിറ്റുവേഷൻ ആണോ വിൻ ലോസ് സിറ്റുവേഷൻ ആണോ? ഇതിൽ ഏത് സിറ്റുവേഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്? ലോസേഴ്സ് ഒന്നുമില്ല.
എല്ലാവർക്കും ഒരുപോലെ ബെനിഫിറ്റബിൾ ആകുന്ന സിറ്റുവേഷൻ. ഏതാണ് സിറ്റുവേഷൻ? വിൻ വിൻ സിറ്റുവേഷൻ. ഓക്കെ. Before the factor decided, evaluation involves. നമ്മൾ 3 type of vendor evaluation പഠിച്ചു അല്ലേ? Before the evaluation, after the fact evaluation എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നത് before the factor decided, evaluation involves. Before the factor decided evaluation എന്താണ് ഉൾപ്പെടുത്തുന്നത്? Option A, gathering data only after a project has failed. Option B, planning and gathering data early in the history of the project. Option C, using informal notes and diaries for evaluation. Option D, asking questions about what happened after an event. Idana answer vara. Option B, planning and gathering data early. Early ആയതുകൊണ്ടാണ്, അതായത് ആ വെണ്ടറിനെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പേ രണ്ടുകൊണ്ടാണല്ലോ ബിഫോർ എന്ന് പറയുന്നത്. So planning and gathering data early in the history of the project. That's the correct answer. Right? അടുത്ത ചോദ്യം. What is the first step in the vendor assessment process flow chart? What is the first step in the vendor assessment process flow chart? Option A, evaluating the vendor. Option B, background preparation. Option C, in-depth vendor assessment. Option D, manageable list of vendors. Answer B. Okay, B correct ആണ് കേട്ടോ. Background preparation. അടുത്തത് a situation, അത് ഞാൻ ചോദിച്ചതാണ്. അടുത്തത് ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കാം. Why are win-win situations considered an ideal resolution in negotiation? നമ്മൾ നെഗോഷിയേഷൻ നടത്തുമ്പോൾ ഈ വിൻ-വിൻ സിറ്റുവേഷൻ ആണ് കുറേ കൂടെ ബെറ്റർ, അല്ലെങ്കിൽ അതാണ് ഒരു ഐഡിയൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു വിൻ-വിൻ നെഗോഷിയേഷൻ ആണ് ഇപ്പോഴും നല്ലത്, ഐഡിയൽ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, they are the fastest way to end a negotiation. Option B, they ensure one party gets a significantly better deal. Option C, they create positive relationships for the future interaction. Option D, they are mandated by the law. ഏതാണ് ആൻസർ വരിക? രണ്ടെണ്ണം നമുക്ക് കൺഫ്യൂഷൻ തോന്നാം. അതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. കറക്റ്റ് ആണ്, ഓപ്ഷൻ സി ആണ്. They create positive relationship for the future. നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞു പോകുന്നുണ്ട്, നമ്മൾക്ക് ഒരു വിൻ-വിൻ നെഗോഷിയേഷനിലൂടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്ന ഒരു ആൻസർ ഇതും കൂടെയാണ്, they are the fastest way to end a negotiation. അത് ചിലപ്പോൾ ഉത്തരമാണോ എന്ന് നമുക്ക് സംശയം തോന്നും, അത് ഉത്തരമല്ല കേട്ടോ. ഉത്തരം കറക്റ്റ് ആൻസർ ഇത് തന്നെയാണ്, they create a positive relationships for the future interactions. Okay. പിന്നെ അടുത്ത ചോദ്യം, when did the approach to negotiations begin to shift towards a win-win mindset? അതൊരു കാലഘട്ടം അവിടെ പറയുന്നുണ്ട്, ഒരു വർഷത്തെ പറ്റി അവിടെ പറയുന്നത്. ഒരു വർഷം, ഇതൊരു പ്രത്യേക വർഷം എത്തിയപ്പോഴാണ് ഈ പറയുന്ന ഒരു വിൻ-വിൻ മൈൻഡ് സെറ്റിലോട്ട് ആളുകൾ മാറാനായിട്ട് തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട് ടെക്സ്റ്റിൽ. അത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1950s, ഓപ്ഷൻ ബി 1980s, ഓപ്ഷൻ സി 2000, ഓപ്ഷൻ ഡി 1920s. ഏതാണ് ആൻസർ വരിക? പറഞ്ഞേ. ബി ആണ് കേട്ടോ, ശരിയാമോൾ കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ്, 1980s-ലാണ് അങ്ങനെ വന്നത് കേട്ടോ. അടുത്തത്, what is a purchase order? What is a purchase order? Option A, a document a seller sends to a buyer requesting the payment. Option B, an internal document for tracking employee hours. Option C, a legally binding document
A buyer sends to a seller requesting product or services. Option D, a marketing brochure. എന്താണ് ആൻസർ? സി ആണ് അല്ലെ. ലീഗലി ബൈൻഡിങ് ഡോക്യുമെന്റ് ആണ്. ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്? ബയ്യർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഡസ് എ പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ഇൻഡിക്കേറ്റർ? മാറിപ്പോകരുത് കേട്ടോ. പർച്ചേസ് ഓർഡർ വേറെയാണ്, പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ വേറെയാണ്. രണ്ടാണ് കേട്ടോ. പർച്ചേസ് ഓർഡർ കൊടുക്കുന്നത് ബയ്യർ ആണെങ്കിൽ പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ഉണ്ടാക്കുന്നത് സെല്ലർ ആണ് കേട്ടോ. ഓക്കെ, ചോദ്യം ഇതാണ്. വാട്ട് ഡസ് എ പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ഇൻഡിക്കേറ്റ്? ഓപ്ഷൻ എ, that the buyer has paid for the order. Option B, that the seller has shipped the items. Option C, that the seller has received and accepted the order. Option D, that the buyer has received the items. ഇതാണ് കറക്റ്റ് ആൻസർ. സി ആണ് അല്ലെ. that the seller has, അതായത് ആ ഒരു പർച്ചേസ് ഓർഡർ നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ആ ഓർഡർ സ്വീകരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്ന ആ ഒരു ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following is not typically included on a purchase order? അതിനകത്ത് പറയുന്നുണ്ട് പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുത്തുന്നത് എന്തൊക്കെയാണ്. അതിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. അറിഞ്ഞാലാണ് നമുക്ക് അതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓപ്ഷൻസ് വായിക്കാം. ഐറ്റം, ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ്, അത് അതിനകത്ത് വരുന്നതാണ് അല്ലെ. അതല്ല, ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് നെയിം ആൻഡ് അഡ്രസ്, അതും അതിനകത്ത് വരുന്നതാണ്. സിഇഒസ് ഹോം അഡ്രസ്, അത് അതിനകത്ത് വരുന്നതാണോ? സിഇഒന്റെ വീട്ടിലെ അഡ്രസ് ഒക്കെ അതിനകത്ത് വരുമോ? ഇല്ല. ട്രാക്കിംഗ് നമ്പർ ആൻഡ് ഓർഡർ ഡേറ്റ്, പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. സിഇഒസ് ഹോം അഡ്രസ്, സിഇഒന്റെ ഹോം അഡ്രസ് ഒക്കെ അതിൽ ഇതൊക്കെ വല്ല കാര്യമുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ആൻസർ കേട്ടോ. അടുത്തത്. വിച്ച് ടൈപ്പ് ഓഫ് പർച്ചേസ് ഓർഡർ പ്ലേസസ് എ റിക്വസ്റ്റ് ഫോർ ദ ഐറ്റംസ് ഇൻ അഡ്വാൻസ്? ഇൻ അഡ്വാൻസ്, ആ വാക്ക് നോട്ട് ചെയ്യാട്ടോ. ഇൻ അഡ്വാൻസ്, പോസിബിളി വിത്ത് ആൻ എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റി. ടൈപ്സ് ഓഫ് പർച്ചേസ് ഓർഡർ എന്നുള്ള ചോദ്യമാണ്. ഉത്തരം എന്താണ്? പ്ലാനഡ്. ഓക്കെ, വെരി ഗുഡ് ആൻസർ തന്നു. പ്ലാനഡ് പർച്ചേസ് ഓർഡർ ആണ്. അല്ലെങ്കിൽ ഓർക്കുക, അഡ്വാൻസ് തന്നെ പറയുമ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്കല്ലേ നമ്മൾ പ്ലാൻ ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്നതല്ല. എപ്പോഴും പ്ലാൻ എന്നല്ല പറയുമ്പോൾ നമ്മൾ നടത്താൻ പോകുന്ന അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്ലാൻ നടത്താറുള്ളൂ. അപ്പൊ ആ വാക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് പ്ലാനഡ് പർച്ചേസ് ഓർഡർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. എ പർച്ചേസ് ഓർഡർ that indicates a commitment to buy a number of items up to a particular value is a type of purchase order ആണോ? ഓപ്ഷൻ തരാം. സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡർ ആണോ? ബി പ്ലാനഡ് പർച്ചേസ് ഓർഡർ ആണോ? അതോ സി ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ ആണോ? ഡി കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ ആണോ? ഏതാണ് ആൻസർ? സി ആണ് അല്ലെ. ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ എന്ന് തന്നെ പറഞ്ഞാൽ അതാണ്. അതായത് നമ്മൾ ഇത്ര രൂപ വരെയുള്ള ഐറ്റംസ് പെർട്ടിക്കുലർ വാല്യൂ വരെ നമുക്ക് ഇത്ര നമ്പർ ഓഫ് ഐറ്റംസ് വാങ്ങാം എന്നുള്ളൊരു കമ്മിറ്റ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ അത് ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ ആണ് അല്ലെ. കോൺട്രാക്ട് എവിടെ വരുന്ന? വലിയ വലിയ സ്ഥലത്തിന്റെ കച്ചവടം, സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ വരില്ലേ, അങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ അത്ര ഭയങ്കര ഹൈ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെയാണ് ഇതിൽ വരുന്നത്. കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ വരുന്നത്. ഓക്കെ, അടുത്തത് ചോദ്യം നോക്കുക. What is a contract purchase order typically used for? Option A, small routine purchases. Option B, large or expensive orders where more legal protection is wanted. Option C, when the buyer is unsure what they want to order. Option D, placing an order with an estimated delivery date. Option A, answer B ആണ് അല്ലെ. കറക്റ്റ് ആണ്. Large or expensive orders more legal protection, കുറേയും കൂടെ ലീഗൽ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള വലിയ എക്സ്പെൻസീവ് ഓർഡറുകൾക്കാണ് നമ്മൾ കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ. അടുത്തത് An invoice is a document. An invoice എന്ന് പറയുമ്പോൾ കറക്റ്റ് അറിയാലോ, ബില്ലാണെന്ന് അറിയാം. Okay, an invoice is a document that dash. Option A, request or confirms payment for an order. Option B, is sent by the buyer to initiate an order. Option C, is included with the delivery to listed items. Option D, confirms the seller has received the purchase order. ഏതാണ് ആൻസർ? ആദ്യം കറക്റ്റ് ആൻസർ പറഞ്ഞു.
ശരണ്യ ഓക്കെ, അഞ്ജന നിമ്മി കറക്റ്റ് ആണ്, ഓപ്ഷൻ എ ആണ് അല്ലെ. ഇസ് ദ റിക്വസ്റ്റ് ഓർ കൺഫേംസ് ദ പേയ്മെന്റ്. പേയ്മെന്റിന് എഴുതുമ്പോൾ നമുക്ക് അറിയാമോ, ഇൻവോയ്സ് ആണ്. ഓക്കെ, which of the following is an expense that you cannot use a purchase order? Which of the following is an expense that you cannot use a purchase order for? Option A, office furniture. Option B, computer equipment. Option C, recurring bills like electricity. Option D, raw materials for manufacturing. എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ സി കറക്റ്റ് ആണ്. റിക്കറിംഗ് ബിൽസ് ലൈക്ക് ഇലക്ട്രിസിറ്റി അല്ലെ. റിക്കറിംഗ് ബിൽസും കാര്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പർച്ചേസ് ഓർഡർ ഉപയോഗിച്ചാൽ നമുക്ക് ഒരിക്കലും പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് സാധിക്കും. ഓക്കെ, ഹൂ ഇഷ്യൂസ് എ പർച്ചേസ് ഓർഡർ? ഹൂ ഇഷ്യൂസ് എ പർച്ചേസ് ഓർഡർ? ഓപ്ഷൻ ഒന്നും വേണ്ട, നിങ്ങൾ പറയൂ, ആരാണ് പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്? ഇഷ്യൂസ് പർച്ചേസ് ഓർഡർ ആരാണ്? ആരാണ് പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്? ബയ്യർ അല്ലെ. ആരാണ്? ബയ്യർ ആണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൂ ഇഷ്യൂസ് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ? അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞേ, ഹൂ ഇഷ്യൂസ് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ? അതാരാ? സെല്ലർ. ഓക്കെ, സെല്ലർ. ചോദ്യം നോക്കിയേ, വാട്ട് ഡോക്യുമെന്റ് പ്രൂവ്സ് receipt of the purchase order by the seller? ഇപ്പൊ ഞാൻ ചോദിച്ചതിനെ തന്നെ വേറൊരു രീതിയിൽ ചോദിച്ചേക്കാണ്. വാട്ട് ഡോക്യുമെന്റ് പ്രൂവ്സ് receipt of the purchase order by the seller? Option A, the invoice. Option B, the packing slip. Option C, purchase order confirmation. Option D, the bill of lading. ഇതാണ് ആൻസർ വരിക. C. Okay, purchase order confirmation. What is a stock register? What is a stock register? Option A, a list of all employees in a company. Option B, a detailed record of shares issued, repurchased and transferred. Option C, a record of daily sales transactions. Option D, a log of customer complaints. ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ B ആണ് അല്ലെ. A detailed record of shares issued, repurchased and transferred. Okay, which of the following is not the one of the? Which of the following is not the one of the three main types of inventory records mentioned? മൂന്ന് ടൈപ്പ് അല്ലേ നമ്മൾ പഠിച്ചത് ഇൻവെന്ററി റെക്കോർഡിൽ വരാത്തത്. ഓപ്ഷൻ എ, കാറ്റഗറി റെക്കോർഡ്. ഓപ്ഷൻ ബി, വെൻഡർ റെക്കോർഡ്. ഓപ്ഷൻ സി, ഐറ്റം റെക്കോർഡ്. ഓപ്ഷൻ ഡി, സെയിൽസ് റെക്കോർഡ്സ്. ഈ പറഞ്ഞതിൽ ഏത് റെക്കോർഡാണ് അതിനകത്ത് വരാത്തത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഏതാണ്? സെയിൽസ് റെക്കോർഡ്. ഓക്കെ, അടുത്തത് individual products or services that you sell are known as. Individual products or services that you sell are known as. Option A, category record. Option B, vendor record. Option C, item record. And option D, department record. ഇതാണ് ആൻസർ. C ആണ് അല്ലെ. ഓക്കെ, കറക്റ്റ് ആണ്. ഐറ്റം റെക്കോർഡ്. ഇതാണ്. What is the primary purpose of a stock register database? What is the primary purpose of a stock register database? Option A, to track employee performance. Option B, to record the history of a company's security trades. Option C, to manage the company's marketing budget. Option D, to keep a record of office supply inventory. ഏതാണ്? ഓപ്ഷൻ കേൾക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടുന്നുണ്ട് അല്ലെ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ടു record the history of a company's security trades. Okay. Adopting a lean strategy. That's പറയുന്നുണ്ട് അല്ലെ. Adopting a lean strategy. എവിടെ വരുന്നത്? സ്റ്റോക്ക് ഹൗ ടു മെയിൻറ്റെയിൻ എ സ്റ്റോക്ക് അല്ലെ.
സ്റ്റോക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് പറഞ്ഞ് കുറെ പോയിന്റുകൾ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. അഡോപ്റ്റിംഗ് എ ലീൻ സ്ട്രാറ്റജി ഫോർ ഇൻവെന്ററി മാനേജ്മെന്റ് മീൻസ്. എന്താണ് ലീൻ സ്ട്രാറ്റജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ, ഓർഡറിംഗ് ദ ചീപ്പസ്റ്റ് സപ്ലൈസ് അവൈലബിൾ. ഓപ്ഷൻ ബി, reducing the number of staff in the supply room. Option C, having the right number of supplies at the right place when needed. Option D, only ordering supplies once a year. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് അല്ലെ, കറക്റ്റ് ആണ്. ഹാവിംഗ് ദ റൈറ്റ് നമ്പർ ഓഫ് സപ്ലൈസ്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ സപ്ലൈസ് നമുക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവിടെ ലീൻ സ്ട്രാറ്റജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, വാട്ട് ഡസ് എ ഗുഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഹെൽപ്പ് യു മെയിൻറ്റെയിൻ? വാട്ട് ഡസ് ഗുഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഹെൽപ്പ് യു മെയിൻറ്റെയിൻ? ഓപ്ഷൻ എ, the highest possible level of stock at all times. Option B, the lowest possible level of stock at all times. Option C, the right level of stock to meet the customer demands. Option D, a completely empty stock room. എന്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഒരു നല്ല സ്റ്റോക്ക് മാനേജ്മെന്റ് നമ്മളെ സഹായിക്കുന്നത്? ഓക്കെ, കറക്റ്റ് ആണ്. ഓപ്ഷൻ സി, the right level of stock to meet the customer demands. അങ്ങനെ പറയുന്നു, ശരിയായ സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, which record type keeps the information about groups of products, also known as department and class? Which record type keeps information about the groups of products, also known as department and class? Option A, item recorder. Option B, vendor recorder. Option C, category recorder. Option D, employee recorder. എന്താണ് ആൻസർ വരിക? ഡിപ്പാർട്ട്മെന്റ്, ഒരു ഗ്രൂപ്പ് ഓഫ് സിമിലർ ഐറ്റംസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അത് ഏത് റെക്കോർഡിലാണ് വരുന്നത്? ഐറ്റം റെക്കോർഡിലാണോ, വെണ്ടർ റെക്കോർഡിലാണോ, കാറ്റഗറി റെക്കോർഡിലാണോ, അതോ എംപ്ലോയി റെക്കോർഡിലാണോ? കാറ്റഗറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കാറ്റഗറി, ഒരു ക്ലാസ്, ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ വലിയ മീനിങ് അല്ലേ? അപ്പൊ ഇത് ആൻസർ വരിക സി അല്ലേ, കാറ്റഗറി റെക്കോർഡ് ഇസ് ദ ആൻസർ. ഓക്കെ, എക്സ്റ്റേണൽ ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ. ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, മാനേജ്മെന്റ്. ബി, മെമ്പേഴ്സ്. സി, സിഇഒ. ഡി, ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്. ആരാണ്? ബി ആണ് അല്ലെ. ഓക്കെ, മെമ്പേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ആണ് കേട്ടോ. അത് ആ ഒരു എന്താ പറയുക ടേബിൾ ഉണ്ടല്ലോ, ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം, അതേത് വന്നിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞതിന് എല്ലാത്തിലും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ട്. നിങ്ങളത് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇനി ഒരു ക്ലാസ്സും കൂടെ ഉള്ളൂ. ഇത് വ്യാഴാഴ്ചയാണ്. അന്ന് നമുക്ക് മൊഡ്യൂൾ 7-ലെ 2 ചാപ്റ്റേഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോളും ഹോസ്പിറ്റൽ ലോസ് ആൻഡ് എത്തിക്സ്. ഇൻഫെക്ഷൻ കൺട്രോൾ വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അത് ഇതൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ട് എത്തിക്കരുത് കേട്ടോ, ഭയങ്കര ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണിത്. അപ്പൊ ആ 2 ചാപ്റ്റർ നമുക്ക് റിവിഷൻ ചെയ്യാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, ശരി കേട്ടോ, താങ്ക് യു.